ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജമാൽ വ്ളോഗിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. നമ്മളിപ്പോൾ പോകാൻ പോവുകയാണ്. അച്ഛനമ്മയും നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ജസ്റ്റ് വീണ്ടും കല്യാണം വിളിക്കാൻ പോയിട്ട് വന്ന് അടുത്ത് വണ്ടി വീട്ടിനകത്ത് വെച്ച് ഓക്കെ. എന്നിട്ട് കാണുന്ന ആ വെള്ള വീട്ടിൽ കല്യാണം വിളിക്കാൻ പോയിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം ആട്ട വരും. നമുക്ക് ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ യാത്രയൊക്കെ ഉണ്ട്. ഡ്രസ്സ് എടുക്കാൻ പോണ സ്ഥലം 2 മണിക്കൂർ യാത്ര ഉണ്ട്. നമ്മൾ അതുകൊണ്ട് ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോയിലാണ് പോണത്. ജസ്റ്റ് പോകണം, ഒരു ചെറിയ ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ പോകണം. ഒരു പള്ളിയുണ്ട് അവിടെ. അപ്പോൾ പള്ളിയിൽ പോയിട്ട് എന്തോ ഒരു നേർച്ച കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ നേരെ നമ്മൾ തമിഴ്നാട് അങ്ങോട്ട് വിടാനാണ് പ്ലാൻ. അങ്ങോട്ട് പോയിട്ട് വരുമ്പോൾ ഒരു 5 മണിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിരിക്കും. അപ്പോൾ എല്ലാവരെയും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകും. അവിടുത്തെ വിശേഷങ്ങളും തുണിയെടുക്കാൻ പോയതിന് ശേഷം ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മൾ പോണ വഴിയിലുള്ളതും അതൊക്കെ നമ്മൾ വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പം നേരെ വീട്ടിലിടും. നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ പാർക്കിംഗ് ഏരിയയിലാണുള്ളത്. ഓക്കെ, പാർക്കിംഗ് ഏരിയയിലാണ്. അടുത്ത കടയിൽ കയറാൻ പോയാണ്. അടുത്ത ഒരു സാരിയും കാര്യങ്ങളും എടുക്കാറുണ്ട്. പിന്നെ ഒരു ഷർട്ടും എടുക്കാറുണ്ട്. അതുകൊണ്ട് അടുത്ത കയറിയിട്ട് വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ. നമ്മുടെ വീട്ടിലെത്തി. ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഉച്ചയ്ക്ക് 1 മണിക്ക് ഇറങ്ങിയതാണ്. ഓക്കെ, 1 മണിക്ക് ഇറങ്ങി സമയം 10:45. ഓക്കെ, 11 മണി അടുപ്പിച്ചായി. 10:45 ഇപ്പോൾ ഇറങ്ങിയാണ്. ഞാൻ എൻ്റെ റൂമിൽ കയറി ഓണാക്കിയിട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഓക്കെ, നമ്മളെ ലൈറ്റ് വെക്കാം. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മളിന്ന് ഫുള്ളും എടുത്ത തുണികളിരിക്കുന്നത്. ഓക്കെ, ഇത് വന്നിട്ട് എൻ്റെ ഇരുന്നതാണ് പൊട്ടിക്കാത്തൊരു ഉടുപ്പ്. ഇത് വേറെ പാൻറ്റാണ്. ഓക്കെ, വേറൊരു നോർമൽ പാൻറ്റാണ്. ഇതിൻ്റെ ഈ ഒരു പാൻറ്റിൻ്റെ കൂടെയുള്ള ഷർട്ടാണ് ഇത്. അപ്പോൾ ഇതെനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു ഉടുപ്പിൻ്റെ അടുത്ത് പാക്ക് ചെയ്ത് വയ്ക്കാനാണ് പോകാൻ. ഓക്കെ, ഇത് എടുക്കണില്ല. ഇതിൻ്റെ ആവശ്യം എനിക്കില്ല ഇപ്പോൾ. അതുകൊണ്ട് ഇതങ്ങോട്ട് പാക്ക് ചെയ്ത് നമ്മളെ അലമാരയ്ക്കകത്തിട്ട് വയ്ക്കുകയാണ്. ഓക്കെ, അലമാര ഈസ് ക്ലോസ്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഒരു ഷർട്ടായിരുന്നു. ഓക്കെ, ഒരു ബ്ലൂ നേരത്തെ എടുത്ത് വെച്ചിരുന്നായിരുന്നു. ഓക്കെ, ഇതിൻ്റെ കോമ്പിനേഷൻ പാൻറ്റ് പറഞ്ഞത് ഈ ഒരു വൈറ്റ് ബാഗി പാൻറ്റാണ്. ഇതുമായിട്ട് മാച്ച്. ഇത് രണ്ടാണ് ഒരു സെറ്റ്. അടുത്തത് തുണികളൊക്കെ ഫുള്ളും തട്ടാം. നെക്സ്റ്റ് വന്നിട്ട് നമ്മളൊരു ബ്ലാക്ക് കളറ് കൊറിയൻ ബാഗി. ഓക്കെ, കൊറിയൻ ബാഗിയാണിത്. ബ്ലാക്ക് കളർ വന്നിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോപ്കോൺ ഷർട്ട്. ഫുൾ കൈയാണ്, പോപ്കോണാണ്. ഓക്കെ, അതാണ് ഇത് പറഞ്ഞത്, ഈ സെറ്റ് പറഞ്ഞത്. അടുത്ത് വീണ്ടും പറഞ്ഞത് ഇതിൻ്റെ കളറിൻ്റെ പേരെന്ന് പറഞ്ഞൂടാ, ഒരു കൊറിയൻ ബാഗ് തന്നെയാണ് ഇതും. അത് നമുക്ക് ഇതിന് പറഞ്ഞതാണ്. ഈ ഒരു പാൻറ്റിന് നമുക്കൊരു നീല ഒരു ഷർട്ട് വരും. അത് ഷർട്ടൊക്കെ ഒരു ജുബ്ബയാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ ഡാർക്ക് ബ്ലൂ ആണത്. അത് വരും. അത് തയ്ക്കാൻ നാളെ കൊടുക്കണതേ ഉള്ളൂ. ഒരു ജുബ്ബയാണത്, കെട്ടിൻ്റെ അന്നിടാൻ വേണ്ടിയിട്ടുള്ളത്.
സോറി കെട്ടിൻ്റെതല്ല, തലേന്നിടാനുള്ളത്. ഓക്കെ, ഇത് ഈ ഒരു പാൻറ്റിൻ്റെ കൂടെ പറഞ്ഞ ജുബയും ഈ ഒരു ബാഗി പാൻറ്റും നമ്മൾ റിസപ്ഷൻ്റെ അന്ന്, അതായത് പെൺവീട്ടുകാരെ റിസപ്ഷൻ്റെ അന്നാണ് നമ്മളിത് ഇടുന്നത്. ഓക്കെ, ഇതാണ് കെട്ടിൻ്റെ അന്നുള്ള ഷർട്ട്. ഓക്കെ, ഞാൻ പൊളിച്ച് കാണിക്കുന്നത്. ഇതിൻ്റെ കാര്യത്തിലോട്ട് പിന്നീട് വരാം. ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടുക്കള കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. അതിനാണ് ഈ ഒരു കോസ്റ്റ്യൂം പറഞ്ഞത്. ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞായർ നമുക്ക് അവിടെ അവരെ ചെറുക്കൻ്റെ വീട്ടിൽ ഒരു പരിപാടിയുണ്ട്, താലിക്ക് കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോസ്റ്റ്യൂം പറഞ്ഞത്. അതെ, പിന്നെ ആ റെഡ് ഉടുപ്പിൻ്റെ കൂടെ വരണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാരഷൂട്ട് ബാഗിയാണ് ഇതിൻ്റെ കൂടെ വരണം. ഗൈസ്, അപ്പം ഇത്രയാണ് നമ്മൾ കോസ്റ്റ്യൂം. ഇതിൻ്റെ കൂടെ ഒരു കുർത്ത വരും. അപ്പം അതിൻ്റെ വീഡിയോസ് നമ്മൾ കാണിക്കാം. അടുത്ത വീഡിയോയിൽ നമ്മൾ കല്യാണ സമയത്തുള്ള വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് പൊളിച്ച് ഇതിൻ്റെ ആ ഒരു ഫുൾ ഇത് കാണിച്ചില്ല. ഇത് ഗൈസ് പ്രിൻ്റാണ് പറഞ്ഞത്. പ്രിൻ്റാണ് ബാക്ക്. ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു ചെറിയ പ്രിൻ്റുണ്ട്. ഫുൾ റെഡാണ്, ഫുൾ കൈയാണ്. അതെ, ആ വൈറ്റ് ബാഗ് സെറ്റ്. ഇതിന് ഒരു ഡാർക്ക് ബ്ലൂ സെറ്റ്. ഇത് ബ്ലാക്ക് ആൻഡ് പോപ്കോൺ ഷർട്ട്. ഇത് വൈറ്റ് ആൻഡ് ബ്ലൂ. ഇത്രയാണ് നമ്മൾ കോസ്റ്റ്യൂമിന് പറഞ്ഞത്. നമ്മുടെ മാരേജ് ടൈമിൽ പറഞ്ഞത്. ഇത് നമ്മളെല്ലാം ജസ്റ്റ് ചുമ്മാ എടുത്തിട്ടിരിക്കുന്നതാണ്. ഓക്കെ, കിടക്കട്ടെ. അപ്പം ഇതാക്കില്ലേ. അപ്പോൾ ഗൈസ്, ഇത്രയുള്ളൂ നമ്മളെ കോസ്റ്റ്യൂം കാര്യങ്ങൾ കിടപ്പുണ്ട്. അതൊന്ന് ഞാൻ എനിക്ക് പറഞ്ഞു വെച്ചിട്ടാണ് കിടക്കാൻ. ഇനിയിപ്പം 11 മണി, 3 മണിക്കൂർ കഴിഞ്ഞു. 11 മണിയായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് പ്രത്യേകിച്ച് വേറൊന്നുമില്ല. നാളെ ഷർട്ട് തയ്ക്കാൻ കൊടുക്കാൻ പോകണം. നാളെ രാവിലെ ക്ലാസ് ഉണ്ട്. ഓക്കെ, നാളെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് നേരത്തെ കിടന്നാൽ നാളെ ക്ലാസ്സിൽ പോകാൻ പറ്റും. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഇത്ര എനിക്ക് വീഡിയോ അടുത്ത വീഡിയോസ് വരും. ഓക്കെ, ഓക്കെ, നമ്മളിനി ചെയ്യാൻ വേണ്ടി ഈ കോഴ്സിനൊക്കെ നല്ലോണം അടിച്ച് പറക്കി ഒരു കവറിലാക്കി നമ്മളെ ഷെൽഫിലാക്കി സെറ്റാക്കി നെക്സ്റ്റ് പരിപാടി. അത് കഴിഞ്ഞിട്ട് വാങ്ങണം. ഫോണിൻ്റെ ചാർജ് കുറവാണ്, ചാർജ് കാണണം. അത് കിടന്ന് ഉറങ്ങുക. രാവിലെ എണീക്കണം, ക്ലാസ് പോകണം. കുറച്ച് ദിവസം ചെയ്യാനും നല്ല കണ്ടന്റ് കിട്ടാനെങ്കിൽ നെക്സ്റ്റ് വ്ലോഗ് എടുക്കുന്നതായിരിക്കും. ഈ വീഡിയോ അതായത് നാളെ ഇന്ന് 10, നാളെ 11 തീയതി ഈ വീഡിയോ പോസ്റ്റ് ആകുന്നതാണ് തോന്നുന്നത്. കാരണം എൻ്റെ കയ്യിൽ നെറ്റ് 20 റീചാർജ് പോലെയാണ്. റീചാർജ് കിട്ടിയില്ല. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നെക്സ്റ്റ് വീഡിയോസ് കമ്മിങ് സൂൺ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ദിവാലി സൈനിങ് ഔട്ട്. ബൈ.